ദി സിമ്പിൾ പാത്ത് ടു വെൽത്ത് ഒരു സമഗ്ര അവലോകനം. ജെ.എൽ. കൊളിൻസ് ദി സിമ്പിൾ പാത്ത് ടു വെൽത്ത് എന്ന പുസ്തകം ധനസമ്പാദനത്തിന് ലളിതമായ എന്നാൽ ശക്തമായ മാർഗങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു അന്യപൂർവ്വ കൃതിയാണ്. ജെ.എൽ. കൊളിൻസ് ഈ പുസ്തകത്തിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള ചുവടുപടികൾ വായനക്കാരെക്കായി വിശദീകരിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക മാന്ദ്യങ്ങളും അസ്വസ്ഥതകളും നിറഞ്ഞ കാലഘട്ടങ്ങളിൽ പോലും എങ്ങനെ സ്ഥിരതയും സമ്പത്തും കൈവരിക്കാമെന്ന് അവർ സമർപ്പിക്കുന്ന സുതാര്യമായ നിർദ്ദേശങ്ങൾ ശ്രദ്ധേയമാണ്. പുസ്തകത്തിന്റെ മുഖ്യ ആശയം എഫെയർ ഡേയെ ഒരു സാധാരണക്കാരൻ പോലും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന്റെ ശരിയായ അർത്ഥം കണ്ടെത്താൻ കഴിയും എന്നാണ് മുഖ്യ സന്ദേശം. ജെ.എൽ. കൊളിൻസ് വാദിക്കുന്നത് സമ്പത്ത് നിർമ്മാണം ഒരു ക്ലിഷേ അല്ല, മറിച്ച് ഈ ലളിതമായ മാർഗങ്ങൾ പിന്തുടർന്നാൽ ഏതൊരു വ്യക്തിക്കും സമ്പദ് വ്യവസ്ഥയുടെ നിയന്ത്രണത്തിൽ നിന്ന് മോചനം നേടാകും. നിക്ഷേപം ഇൻവെസ്റ്റിംഗ് എന്നത് പ്രധാന വിഷയമായി ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്നു. പുസ്തകത്തിൽ വാങ്കാർഡ് ഫണ്ട്, വാങ്വാർഡ് ഇൻഡെക്സ് ഫണ്ട്സ് പോലുള്ള ലളിതമായ നിക്ഷേപ മാർഗങ്ങൾ പിന്തുടരുന്നതിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അദ്ദേഹം പറയുന്നത് വിപണിയെ നേരിട്ട് കീഴടക്കാൻ ശ്രമിക്കുന്നതിലും കുറഞ്ഞ ചിലവിൽ വിപണിയുടെ മൊത്തം നേട്ടം അനുകരിക്കുന്ന ലാഭകരമായ ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് ആണ് വിജയം നേടാൻ ഏറ്റവും മികച്ച മാർഗം. ഇതിൽ ഉൾക്കൊള്ളുന്ന ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഡാറ്റംസ് ശീലങ്ങളും മാനസിക നിലകളും വിശകലനം ചെയ്യുന്നു. സമ്പത്ത് സമ്പാദനം ഒരു മാരത്തോൺ ആണ്, സ്പ്രിന്റ് അല്ല എന്ന വാദനമാണ് അദ്ദേഹം നൽകുന്നത്. ആകെയുള്ള പ്രധാന പാഠം വിപണിയുടെ ചാഞ്ചാട്ടങ്ങളെ അതിജീവിക്കുവാനും കൃത്യമായ ധനശാസ്ത്ര ശീലങ്ങൾ പാലിക്കുവാനും കുറവ് കോംപ്ലിക്കേഷൻസുകളോടെ കൂടുതൽ നേട്ടം നേടാനാണ്. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ഒരു വിശദമായ അറിവ് ഇല്ലാത്ത ആളുകൾക്കായിട്ടാണ് ഈ കൃതി ലക്ഷ്യമിട്ടിരിക്കുന്നത്. ലളിതമായ ഭാഷയിൽ സങ്കീർണമായ ധനശാസ്ത്ര ആശയങ്ങൾ പൊളിച്ചെഴുതി വായനക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ജീവിതത്തിൽ കുറഞ്ഞ ചിലവിൽ ജീവിക്കാനും ആവശ്യമില്ലാത്ത വസ്തുക്കളിൽ പണം കളയാതെ അവകാശവാദമില്ലാതെ സമ്പദ് സമൃദ്ധി കൈവരിക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കാനുള്ള പ്രചോദനം നൽകുന്നു. ആകെ പറയാൻ പോയാൽ ദി സിമ്പിൾ പാത്ത് ടു വെൽത്ത് സമ്പന്നത കൈവരിക്കാനുള്ള ഒരു സരളമായ പക്ഷേ വിശ്വസനീയമായ മാർഗരേഖയാണ്. ആരും എവിടെ നിന്ന് തുടങ്ങിയാലും ചെറുതായിട്ടോ വലിയതായിട്ടോ സമ്പത്ത് കൈവരിക്കാൻ പറ്റും എന്ന് ഈ പുസ്തകം ഉറപ്പ് നൽകുന്നു. അനാവശ്യ സാമ്പത്തിക സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചിതരായി സമ്പദ് സ്വാതന്ത്ര്യത്തിലേക്ക് പോകാനുള്ള പ്രചോദനം ഈ കൃതി നൽകുന്നുണ്ട്. ദ സിമ്പിൾ പാത്ത് ടു വെൽത്ത് ബൈ ജോൽ കോളിൻസ് എന്ന പുസ്തകത്തിൽ 22 അധ്യായങ്ങളാണ്. 1. ഒരു സമ്പന്ന ജീവിതത്തിലേക്കുള്ള പഥം. 2. മുൻകഥ. 3. കണക്കുകൂട്ടലുകൾ. 4. പണം കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്. 5. പണവും ജീവിതവും. 6. പൈസയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും വ്യത്യാസം. 7. ഏറ്റവും വലിയ സാമ്പത്തിക പിഴവുകൾ. 8. നിക്ഷേപത്തിന്റെ അടിസ്ഥാനങ്ങൾ. 9. വ്യക്തിഗത ധനകാര്യ തന്ത്രങ്ങൾ. 10. റിസ്ക് ഒരു വീക്ഷണകേന്ദ്രീയ പഠനം. 11. നിക്ഷേപ തന്ത്രങ്ങൾ. 12. മാറ്റങ്ങളിലേക്ക് തയ്യാറെടുക്കൽ. 13. ഇന്ത്യാനപോളിസ് പ്രയോഗം. 14. നിക്ഷേപിക്കുക എങ്ങനെ. 15. എന്തിന് നിക്ഷേപിക്കണം. 16. സ്റ്റോക്ക് മാർക്കറ്റിന്റെ സത്യം. 17. മികച്ച നിക്ഷേപ തന്ത്രം. 18. ഫ്രീഡം ഫണ്ട്. 19. പുതിയ അന്തർദേശീയ വിപണികൾ. 20. അവസാന ദിനങ്ങളുടെ തന്ത്രം. 21. സമ്പാദ്യത്തിന്റെ രഹസ്യം. 22. അവസാനമായ ഒരു ഉപദേശം. സിമ്പിൾ പാത്ത് ടു വെൽത്ത് എന്ന ജോൽ കോളിൻസ് എഴുതിയ പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ ധനസമ്പാദനത്തിനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും എങ്ങനെ ലളിതമായ ഒരു വഴിയുണ്ടാക്കാമെന്ന് വിശദീകരിക്കുന്നു. കോളിൻസ് തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ പങ്കുവച്ച് വായനക്കാരെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ചിന്തയോടെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. കോളിൻസ് പ്രധാനമായും ഫീ മോണി എന്ന ആശയം അവതരിപ്പിക്കുന്നു. അത് ലക്ഷ്യമിട്ടാൽ നിങ്ങൾക്ക് വ്യക്തിഗതമായ സ്വാതന്ത്ര്യം ലഭിക്കും, അതായത് നിങ്ങൾക്ക് ജോലിക്ക് ആശ്രയപ്പെട്ടിരിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ നിയന്ത്രണത്തിലാക്കപ്പെടാൻ എടുക്കേണ്ട വിധേയത്വം ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാം. ഫീ മോണി എന്നാൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാമ്പത്തിക ശാക്ത്യവും കൈവരുത്താൻ കഴിയുന്ന സമ്പത്ത് ആണ്. കോളിൻസ് ധനസമ്പാദനം പ്രാപിക്കാനായി ആശ്രയിക്കേണ്ട വഴികളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ധനപരമായ കുറ്റബോധങ്ങളും ഭയങ്ങളും ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ അദ്ദേഹം വിശദീകരിക്കുന്നത് ജീവിതത്തിൽ കൂടുതൽ സമ്പത്ത് നേടുന്നതിന് പ്രത്യേകം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ രഹസ്യമാർഗങ്ങൾ ആവശ്യമില്ലെന്നും സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യം അനേകം പണികഴിപ്പിക്കൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള നിക്ഷേപങ്ങൾ ആണ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഭ്രാന്താണ്. ഇൻഡെക്സ് ഫണ്ട്സ് എന്ന ആശയം കോളിൻസ് അവതരിപ്പിക്കുന്നവിടം പ്രധാനമാണ്.
വിപണിയിൽ നിക്ഷേപം ചെയ്യുമ്പോൾ ഓരോ നിക്ഷേപത്തിനും വ്യക്തിഗതമായി ശ്രമങ്ങൾ നടത്തുന്നത് ബുദ്ധിമുട്ടാണ്. അതിനാൽ കോളിൻസ് എളുപ്പമായ മാർഗമായി എടുക്കുന്നതാണ് ഇൻഡെക്സ് ഫണ്ട്സ്. ഇൻഡെക്സ് ഫണ്ട്സ് വിപണിയിലെ മുഴുവൻ കമ്പനികളെ ഉൾപ്പെടുത്തി ഒരു ക്രമരഹിതമായ ഡൈവേഴ്സിഫൈഡ് നിക്ഷേപം നൽകുന്ന ഒരു മാർഗമാണ്. സാമ്പത്തിക സംസ്കാരം ശരിയായ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കോളിൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ സമ്പന്നതയിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും പ്രത്യേക അളവിൽ ശ്രമങ്ങൾ ആവശ്യമില്ല, നല്ല ധനനയും ചിന്തയും പദ്ധതിയും മാത്രമേ ആവശ്യമായുള്ളൂ. ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ വഴി കോളിൻസ് സമ്പത്ത് സമ്പാദിക്കാൻ കൂടുതൽ ലളിതമായ മാർഗങ്ങൾ, സൂക്ഷ്മചിന്തകൾ, ശരിയായ നിക്ഷേപ മാർഗങ്ങൾ എങ്ങനെ എടുക്കാമെന്ന് ഒരു പരിചയസഹിതമായ രീതിയിൽ വിശദീകരിക്കുന്നു. ചാപ്റ്റർ 2 വൈ യു നീഡ് ഫ്യൂ മണി എന്ന ഭാഗത്തിൽ ജെ.എൽ. കോളിൻസ് ഒരു സുപ്രധാനമായ ആശയം വിശദീകരിക്കുന്നു. അത് ഫ്യൂ മണി എന്നറിയപ്പെടുന്ന ആശയമാണ്. ഈ പദം ധനസമൃദ്ധി നേടുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെ പരാമർശിക്കുന്നു. ഫ്യൂ മണി എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ധനസമ്പത്ത് നേടാനുള്ള സ്വാതന്ത്ര്യം, ആശങ്കകളില്ലാത്ത ജീവിതം, ജോലി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചങ്കിൽ നിന്ന് ആശ്വാസം കണ്ടെത്തലിന് ആവശ്യമായ സാമ്പത്തിക സുരക്ഷാ ഫണ്ടിനെക്കുറിച്ചുള്ളതാണ്. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് ചെലവുകൂടിയ ജോലികൾ, ബോസിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ സമൂഹത്തിന്റെ അമിതമായ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ കഴിയും. കാരണം നിങ്ങൾക്ക് സ്വന്തമായ സാമ്പത്തിക സുരക്ഷയും സ്വാതന്ത്ര്യവുമുണ്ട്. ജെ.എൽ. കോളിൻസ് ഈ പുസ്തകത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഫ്യൂ മണി നേടുന്നത് എന്നതിനെക്കുറിച്ച്. അതിനായി ആദ്യം നിങ്ങൾക്ക് ചെലവുകൾ കുറയ്ക്കാനും സമ്പാദിക്കാനും നീതി അനുസരിച്ച് നിക്ഷേപം നടത്താനും വേണ്ടി മികച്ച സാമ്പത്തിക മാർഗങ്ങൾ പിന്തുടരാനും ആവശ്യമുണ്ട്. അതുപോലെ സമൃദ്ധി നേടിയാൽ ജോലിയിൽ നിന്നും, പാർപ്പിടങ്ങൾ, ബന്ധങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമൂഹിക നിലവാരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. കഴുതേ എന്ന ആശയം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിലൂടെ തന്നെ ജീവിതത്തെ എങ്ങനെ സ്വന്തമാക്കാമെന്ന് വ്യക്തമാക്കുന്നു. ഇതിന്റെ മുഖ്യ ലക്ഷ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ പോലെ ആശ്വാസത്തോടെ ചെലവഴിക്കാനും ഇഷ്ടാനുസൃതമായി തീരുമാനങ്ങൾ എടുക്കാനും ഉള്ള ധനസമൃദ്ധിയാണ്. ഇതിന് ഒരു ദീർഘകാല ദൃഷ്ടികോണവും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഉറച്ച സാമ്പത്തിക രൂപരേഖയും ആവശ്യമാണ്. ജെ.എൽ. കോളിൻസ് ഈ ചാപ്റ്ററിൽ ധനസമ്പത്ത് നേടുന്നതിനുള്ള മാർഗങ്ങളെ കൂടുതൽ എളുപ്പമാക്കാനും അതിനായി നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ എങ്ങനെ നന്നായി സജ്ജീകരിക്കാമെന്ന് വിശദീകരിക്കുന്നു. ഫ്യൂ മണി കിട്ടുന്നതിലൂടെ ജലം, ഭക്ഷണം, യാത്ര, ആരോഗ്യ പരിചരണം, മറ്റ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള എങ്ങനെ നിയന്ത്രണവും സ്വാതന്ത്ര്യവും നേടാം എന്നും പറയുന്നുണ്ട്. ദ സിമ്പിൾ പാത്ത് ടു വെൽത്ത് എന്ന പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായം അവോയ്ഡ് ഡെബ്റ്റ് ലൈക്ക് ദ പ്ലേഗ് എന്ന പേരിലാണ് ലഭിക്കുക. ഈ അധ്യായത്തിൽ ജോ കോളിൻസ് കടത്തുകളെ എങ്ങനെ ഒരു ദുരന്തം പോലെ എലിങ്കോ അത്രയും ഒഴിവാക്കേണ്ടതാണ് എന്ന് വ്യക്തമാക്കുന്നു. കോളിൻസ് കടം കടക്കാനുള്ള ശിക്ഷ ലഭിക്കുന്നതിന് ഒരു വഴിയാക്കുന്നത് നമ്മെ സാമ്പത്തിക ബാധ്യതകളിലേക്ക് നീക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. തന്റെ ജീവിതത്തിൽ വ്യക്തിപരമായ അനുഭവങ്ങളും മറ്റും പങ്കുവച്ച് ആധുനിക ലോകത്ത് പലപ്പോഴും കടം എടുക്കുന്നത് എളുപ്പവും പ്രചോദനങ്ങൾ മൂലമാണ്. എന്നാൽ അത് അത്യന്തം അപകടമായ ഒരു വഴിയാണ്. കോളിൻസ് പറയുന്നത് പലരും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ, വീടുകൾ വാങ്ങാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അടയ്ക്കാൻ എങ്ങനെയെങ്കിലും കടം എടുക്കുന്നത് പ്രചോദനമായാണ്. എന്നാൽ ഈ കടം നമ്മെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കും ആത്മസന്തോഷം ഇല്ലാത്ത ജീവിതത്തിലേക്കും നയിക്കും. കോളിൻസ് പറയുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ ആഗ്രഹിക്കുന്നവർക്ക് കടം ഒരു വലിയ തടസ്സമാണ്. അതിന്റെ പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് ചാർജുകളും കാലതാമസം കൊണ്ട് പലപ്പോഴും നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കാൻ കഴിയാതാക്കും. കോളിൻസ് ഈ അപകടമായ കടങ്ങളുമായി കരുതലോടെയും വിമർശനത്തോടെയും നെഞ്ചനാക്കുക എന്നത് നമ്മെ സമൃദ്ധിയിലേക്കുള്ള വഴിയിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പിക്കുന്നു. അതേസമയം പണം ചെലവിടുമ്പോൾ നിങ്ങളുടെ സ്ഥിരത, സുരക്ഷിതത്വം, സമ്പത്തുകൾ, ഗുണമേന്മ എന്നിവയെ പ്രതിരോധിക്കുകയും കടം എടുക്കുന്നതിനു ശേഷം അത് എങ്ങനെ തിരിച്ചടിക്കാൻ കഴിയാമെന്ന് കാണിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. അദ്ദേഹം പറയുന്നത് ഫ്യൂ മണി സാമാന്യമായ ധനസഹായം നേടിയെടുക്കാനായി, അതായത് അധിക ധനം ഉണ്ടാക്കാനായി കടം എടുക്കാതെ ജീവിതമായി നയിക്കാനുള്ള തന്ത്രം. കോളിൻസ് വായനക്കാരെ പരാമർശിക്കുന്നു, പണം നിങ്ങളുടെ പക്ഷത്തായിരിക്കണം, കടം എത്രയും പെട്ടെന്ന് മാറിപ്പോകണം എന്ന സന്ദേശം നൽകുന്നു. സിമ്പിൾ പാത്ത് ടു വെൽത്ത് എന്ന ജെ.എൽ. കോളിൻസിന്റെ പുസ്തകത്തിന്റെ 4-ാമത്തെ ഹൗ ടു തിങ്ക് അബൌട്ട് മണി, പണം എങ്ങനെ ചിന്തിക്കണം അനുസരിച്ച് പണത്തിന്റെ പ്രാധാന്യം, അതിന്റെ ഉപയോഗം, പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തനകൾ എന്നിവയെക്കുറിച്ച് ദർശനപരമായ ഒരു പരിചയം നൽകുന്നു. ജെ.എൽ. കോളിൻസിന്റെ നിലപാടുകൾ അനുസരിച്ച് പണമൊന്നും ഒരു ലക്ഷ്യം അല്ല, ഒരു ഉപകരണം മാത്രമാണ്. പണം ഉണ്ടാക്കുക, ശേഖരിക്കുക, കൂടുതൽ ചെലവാക്കുന്നത്, വരുമാനത്തിനുള്ള സാധ്യതകളെ കണ്ടെത്തുക എന്നിവയെല്ലാം ഈ ഉപകരണത്തിന്റെ ശക്തിയാൽ സാധ്യമാണ്. പണം മാത്രമല്ല, നമ്മുടെ മാനസിക നിലപാടുകളും അതിന്റെ ഉപയോഗവും അതിന്റെ എതിർവശങ്ങളും.
നമ്മളുടെ ധനസമൃദ്ധി പരിപാലനത്തിന് എങ്ങനെ സഹായകമാകാമെന്ന് ചിന്തിക്കുന്ന രീതിയും നമ്മുടെ പണവിന്യാസ ദൃഷ്ടികോണത്തെ അത്യന്തം സ്വാധീനിക്കും. കോളിൻസിന്റെ അഭിപ്രായത്തിൽ പണമുള്ളവരുടെ ജീവിതം സമാധാനകരമാണ്, കാരണം അവർ പണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിനും അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു അതിരുണ്ട്. വെൽത്ത് കഴുതി എന്ന ആശയം ധനസമൃദ്ധി നേടാൻ ഉള്ള ഒരിടത്തുള്ള മുൻഗണനയും സ്വാതന്ത്ര്യവും നേടുന്നതിനും ഏറെ ഉപകരിക്കുന്നതായ ഒരു ആശയമാണ്. അവർക്കു വേണ്ടി കഠിനമായ ഒരു ജോലി ചെയ്ത് പണം സമാഹരിക്കേണ്ടതില്ല. പണം ചെലവഴിക്കുന്നത് പലപ്പോഴും ആളുകൾക്ക് ജോലിയിൽ നിന്ന് മോചിതമാകാനുള്ള സ്വാതന്ത്ര്യം നൽകും. പണം എങ്ങനെ ചിന്തിക്കണം എന്നതിൻ്റെ ഒരു പ്രധാന ഭാഗം അത് എങ്ങനെ നമ്മെ സ്വതന്ത്രരാക്കാമെന്ന് മനസ്സിലാക്കലാണ്. പൊതുസമൂഹത്തിൽ നാം പ്രായോഗികമായി കാണുന്ന രീതികളിൽ നിന്നു മാറി ചിന്തിക്കാൻ പഠിക്കണം. പണം സ്വാതന്ത്ര്യം എന്ന ചിന്താസമിതിയിലൂടെ നമ്മൾ നമ്മുടെ ജീവിതം കൂടുതൽ സൂക്ഷ്മമായി രൂപപ്പെടുത്താനാകും. സിംപിൾ പാത്ത് ടു വെൽത്ത് എന്ന ജെ.എൽ. കോളിൻസിന്റെ പുസ്തകത്തിലെ 5-ാം അധ്യായമായ ഇൻവെസ്റ്റ്മെന്റ് ബേസിക്സ് പ്രധാനമായും നിക്ഷേപത്തിന്റെ അടിസ്ഥാന ധാരണകൾ വിശദീകരിക്കുന്നു. നിക്ഷേപം എന്നത് പ്രായോഗികവും കാര്യക്ഷമവുമായ മാർഗങ്ങളിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു പ്രധാന ഉപാധിയാണെന്ന് പുസ്തകം ഈ അധ്യായത്തിൽ നിവേദിക്കുന്നു. നിക്ഷേപം തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നതാണ്. കോളിൻസ് വിവരിക്കുന്നതനുസരിച്ച് നിക്ഷേപത്തിൽ സംശയം ഒഴിവാക്കാനും ഭയങ്ങളെയും അപകർഷങ്ങളെയും മറികടക്കാനുമുള്ള ഒരു സുലഭ മാർഗം സാധാരണക്കാരനായി ഒരു നിക്ഷേപ സ്ട്രാറ്റജിയും ശീലവും വികസിപ്പിക്കുകയാണ്. അദ്ദേഹം ഇതിൽ സൂചികാ ഫണ്ടുകൾ മുഖ്യമായി ശുപാർശ ചെയ്യുന്നു, കാരണം അവ വിപണിയുടെ മൊത്തം നേട്ടം പ്രതിഫലിപ്പിക്കുന്നു, കൂടാതെ ചെലവ് കുറവും അപകടസാധ്യതയും നിയന്ത്രിതവുമാണ്. പലരുടെയും പ്രധാന വീഴ്ച കൃത്യമായ ധനകാര്യജ്ഞാനമില്ലാത്തതിനാലാണ് എന്നത് കോളിൻസ് ചൂണ്ടിക്കാണിക്കുന്നു. നിക്ഷേപിക്കാൻ കൃത്യമായ പദ്ധതിയില്ലെങ്കിൽ പണമിടപാടുകൾ അനുദിനം നിരീക്ഷിച്ച് ചർച്ചയിലൂടെ അല്ലെങ്കിൽ ഭയപ്പാടുകളിലൂടെ വരുമാനത്തിനേക്കുള്ള ആഗ്രഹം തകർക്കപ്പെടും. നിക്ഷേപം ഒരു സങ്കീർണമായ കാര്യമായി കാണാതെ അതിനെ അന്യോന്യം സമ്പദ്വ്യവസ്ഥയോട് ബന്ധിപ്പിച്ച് ദീർഘകാല തന്ത്രം പോലെ കാണുന്നതും നല്ല ചുവടുപിടുത്തമാണ്. ഈ അധ്യായം പഠനമല്ലാതെ സമ്പത്ത് സൃഷ്ടിക്കാനും കൃത്യമായി നിലനിർത്താനും എങ്ങനെ അത്യാവശ്യമായി ഒരു പുനരുപയോഗനയം അഥവാ നവീകരണ സ്വഭാവമുള്ള പിശക്രഹിത പ്ലാൻ ഉണ്ടാക്കാമെന്ന് വിശദീകരിക്കുന്നു. നിക്ഷേപമെന്നത് കയ്യിൽ ഉള്ള പണം കൃത്യമായി വളർത്തി ഭാവിയിലേക്കുള്ള മികച്ച ഉറപ്പ് നൽകുന്ന മാർഗം മാത്രമല്ല, ആജീവനാന്ത സമ്പത്ത് ഉറപ്പ് നൽകുന്ന ഒരു ഗെയിമാണ് എന്ന് കോളിൻസ് ഈ അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ജാർഗൺ എന്ന അധ്യായത്തിന്റെ ചുരുക്കം. ഈ അധ്യായത്തിൽ ജോ കോളിൻസ് നിക്ഷേപകർക്ക് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട വിവിധ പദങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഫിനാൻഷ്യൽ ടെർമിനോളജികളോ ജാർഗണുകളോ പലപ്പോഴും ആളുകളെ ഭ്രമിപ്പിച്ചേക്കാം. മൂലധന വിപണിയിൽ നിർഭാഗ്യകരമായി ആളുകൾ അർത്ഥമാക്കുന്നില്ലാത്ത കഠിനമായ പദങ്ങൾ കാരണം അവർ നിക്ഷേപമെന്ന ആശയം ഏറെ കഷ്ടപ്പെടുന്നു. പ്രധാന പദങ്ങൾ: 1. ഇൻഡെക്സ് വിപണിയുടെ മൊത്തത്തിലുള്ള പ്രകടനം കാണിക്കുന്ന ഒരു സൂചിക. ഉദാഹരണത്തിന് ലന 500 എന്നത് അമേരിക്കയിലെ 500 വലിയ കമ്പനികളുടെ പ്രകടനം അടയാളപ്പെടുത്തുന്നു. 2. ബുള്ളിഷ് ബിയറിഷ് യൂതയിലെ ബുൾ മാർക്കറ്റ് വളർച്ചാമുഖമാണ്, ബിയർ മാർക്കറ്റ് ഇടിവ് കാണിക്കുന്നു. 3. ഡിവിഡൻഡ് ലാഭത്തിൽ നിന്ന് ഓഹരിയുടമകൾക്ക് കമ്പനികൾ നൽകുന്ന ഭാഗം. 4. ബോണ്ടുകൾ ബോൺസ് കടപ്പത്രങ്ങൾ, ഇത് കുറവ് റിസ്ക്കുള്ള നിക്ഷേപമാണ്. 5. മാർജിൻ കടം എടുക്കി ഓഹരികൾ വാങ്ങുന്നത്, ഇതിന് വലിയ അപകടസാധ്യതയുണ്ട്. കോളിൻസ് പറഞ്ഞിരിക്കുന്നതുപോലെ ഇവയെല്ലാം മനസ്സിലാക്കി എളുപ്പത്തിൽ ഉപയോഗിക്കാനും നിക്ഷേപം സംബന്ധിച്ച ഭ്രമങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. നിക്ഷേപത്തിൽ വിജയം നേടാൻ ഈ പദങ്ങൾ ബുദ്ധിമുട്ടുള്ളതാണെന്ന് കരുതാതെ എളുപ്പത്തിൽ പഠിക്കാനും മാർക്കറ്റ് അളക്കാനും അവലോകനം ചെയ്യാനുമാണ് ഈ അധ്യായത്തിന്റെ ലക്ഷ്യം. മൂല്യവയ്ക്കുക. സ്റ്റോക്ക് മാർക്കറ്റിലെ പദപ്രയോഗങ്ങൾ സങ്കീർണമെന്ന് തോന്നുന്നെങ്കിലും അവ അനായാസമായി കൈകാര്യം ചെയ്താൽ നിക്ഷേപ യാത്ര കൂടുതൽ ലളിതമാകും. മാർക്കറ്റ് എപ്പോഴും ഉയരും എന്ന തലക്കെട്ടിൽ ജെ.എൽ. കോളിൻസ് ഓഹരി വിപണിയുടെ ദീർഘകാല പ്രവണതയെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഈ അധ്യായത്തിന്റെ മുഖ്യ ആശയം വിപണി കുതിച്ചുചാട്ടങ്ങൾക്കും താണപ്രവണതകൾക്കും വിധേയമെങ്കിലും സമയപരിധി ദീർഘകാലമെങ്കിൽ ഓഹരി വിപണി എല്ലായ്പ്പോഴും വളർച്ചയെ കാണിക്കൂ എന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഒറ്റത്തവണ വിപണിയിലെ ഇടിവുകളും ഉയർച്ചകളും പേടിക്കേണ്ടതില്ല. കൃത്യമായ ദീർഘകാല നിക്ഷേപം നടത്തുമ്പോൾ വിപണിയുടെ സ്വാഭാവികമായ വളർച്ചയെ നിങ്ങൾ അനുഭവിക്കാം. ഇക്കാര്യത്തിൽ കോളിൻസ് ചരിത്രപരമായ രേഖകൾ ഉപയോഗിച്ചാണ് വിശദീകരിക്കുന്നത്. വിപണിയിൽ ഇടയ്ക്കിടെ മാന്ദ്യങ്ങളും താണപ്രവണതകളും സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലായ്പ്പോഴും
വിപണി നന്നായി തിരിച്ചുവരികയും മുമ്പത്തെ തലങ്ങളെക്കാളും ഉയരുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ ഓഹരി വിപണിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 2008-ലെ സാമ്പത്തിക മാന്ദ്യം പോലുള്ള സംഭവങ്ങൾ പോലും വിപണിയുടെ ദീർഘകാല വളർച്ചയെ തടസ്സപ്പെടുത്തിയിട്ടില്ല. കോളിൻസ് ഇത് നിക്ഷേപകർക്ക് നൽകുന്ന സന്ദേശം ഓഹരി വിപണി എപ്പോഴും ഉയരുന്നിടത്തേക്ക് ദീർഘകാല പരിധിയിലുള്ള നിക്ഷേപമെന്നതിൽ വിശ്വാസം പാലിക്കുക എന്നതാണ്. താൽക്കാലികമായ പണിവേളകളിൽ നിന്ന് പരിഭ്രാന്തി ഒഴിവാക്കി നിക്ഷേപം തുടർച്ചയായി തുടരുകയും വിപണി സ്വാഭാവികമായ അവയവങ്ങളിൽ നിന്ന് പഠിക്കുകയും സ്ഥിരതയോടെ നിക്ഷേപങ്ങൾ നടത്തുകയും വേണം. വിപണിയുടെ വളർച്ചാ പ്രവണതകളെക്കുറിച്ചുള്ള ഈ ധാരണ നിക്ഷേപകരെ ധനികരാക്കാനും സാമ്പത്തിക സുരക്ഷയോടെ മുന്നോട്ടു പോകാനും സഹായിക്കും. ചുരുക്കത്തിൽ, മാർക്കറ്റ് എപ്പോഴും ഉയരും എന്നത് സ്ഥിരതയോടെ നിക്ഷേപം തുടരുന്നവർക്കുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവും ഉയർത്തുന്ന പ്രബോധനമാണ്. പുസ്തകത്തിലെ 9-ാമത്തെ അധ്യായമായ വൈ മോസ്റ്റ് പീപ്പിൾ ലോസ് മണി ഇൻ ദ മാർക്കറ്റ്, എന്തുകൊണ്ട് കൂടുതലും ആളുകൾ വിപണിയിൽ പണം നഷ്ടപ്പെടുത്തുന്നു, ഒരു പ്രധാന വിഷയം കൈകാര്യം ചെയ്യുന്നു: വിപണിയിലെ സാധാരണ നിക്ഷേപകർ എന്താണ് തെറ്റുകൾ ചെയ്യുന്നത് എന്ന്. പ്രധാനമായും ഭൂരിഭാഗം ആളുകളും നിർഭാഗ്യവശാൽ പണം നഷ്ടപ്പെടുന്നത് അവരുടെ മാനസിക പ്രവൃത്തികൾ മൂലമാണ്. വിപണിയുടെ അനിശ്ചിതത്വവും നിക്ഷേപം സംബന്ധിച്ച അറിവില്ലായ്മയും ചോരുന്ന വാർത്തകളും മറ്റുള്ളവരുടെ പേടിപരവശതകളും ഭീതി, ചെറുപ്പം, അല്പം പരിജ്ഞാനം എന്നിങ്ങനെ പല മാനസിക സമ്മർദ്ദങ്ങളും പലപ്പോഴും നിക്ഷേപത്തിൽ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നു. ഒരു നിക്ഷേപം നഷ്ടത്തിലേക്ക് നീങ്ങുമ്പോൾ പലരും പെട്ടെന്ന് ആ നിക്ഷേപം പിൻവലിക്കുന്നതായും അതുപോലെ പെട്ടെന്ന് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നതായും കാണാം. കോളിൻസ് വ്യക്തമാക്കുന്നത്, സാമ്പത്തിക വിപണികൾ എപ്പോഴും ഉയർന്നും താഴ്ന്നും പോകും, പക്ഷേ ഒരു ദീർഘകാല നിക്ഷേപതന്ത്രം പിന്തുടരുമ്പോൾ വിപണിയുടെ ചലനങ്ങളിൽ ഒരാൾ അണിനിരക്കേണ്ടതില്ല. ഭൂരിഭാഗം നിക്ഷേപകരും ഈ ധൈര്യമില്ലായ്മയുടെ അടിസ്ഥാനത്തിലാണ് പണം നഷ്ടപ്പെടുത്തുന്നത്. ഇത് ഒഴിവാക്കാൻ ശാന്തത പാലിക്കുകയും വിപണിയുടെ ദീർഘകാല വളർച്ചയെ വിശ്വസിക്കുകയും സ്റ്റോക്ക് ഇൻഡെക്സ് ഫണ്ടുകളിൽ സ്ഥിരമായും ക്രമാനുസൃതമായും നിക്ഷേപം തുടരുകയും ചെയ്യണം. വാർത്തകൾ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, ഹ്രസ്വകാല ചലനങ്ങൾ എന്നിവയെ മറികടന്ന് നിർബന്ധമായും നിക്ഷേപശീലം തുടരണം. എളുപ്പമാർഗങ്ങൾ, തൽക്ഷണ നേട്ടം പ്രതീക്ഷിക്കുന്നതെല്ലാം നഷ്ടത്തിലേക്ക് നയിക്കുമെന്ന സന്ദേശം ഈ അധ്യായത്തിൽ കോളിൻസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഒരു സങ്കീർണ മാർഗമല്ല, മറിച്ച് എളുപ്പമുള്ള ഒപ്പം അനുയോജ്യമായ ദീർഘകാല സമീപനമാണ് മൂലധനം വളരാൻ ഏറ്റവും നല്ല മാർഗം എന്ന് ഈ അധ്യായം വ്യക്തമാക്കുന്നു. കീപ്പിംഗ് ഇറ്റ് സിമ്പിൾ എന്ന 10 അധ്യായത്തിൽ ജെ.എൽ. കോളിൻസ് ധനസംരക്ഷണവും നിക്ഷേപവും എങ്ങനെ ലളിതമാക്കാം എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. ധനസമൃദ്ധി നേടാനുള്ള പ്രക്രിയയെ പലരും അതിനായിരിക്കാത്ത വിധം സങ്കീർണമാക്കുന്നു. എന്നാൽ കോളിൻസ് പറയുന്നതുപോലെ ലളിതമായ ഒരു നിക്ഷേപ തന്ത്രം പിന്തുടർന്നാൽ വളരെ മികച്ച ഫലങ്ങൾ നേടാനാകും. നിക്ഷേപക്കാർ എളുപ്പം പിന്തുടരാവുന്ന ഒരു ലളിതമായ മാതൃകയാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. ലാഭകരമായ ഒരു നിക്ഷേപ രീതി തിരഞ്ഞെടുക്കുക, തുടർന്ന് അത് സ്ഥിരമായി തുടരണം. ഉദാഹരണത്തിന്, കോസ്റ്റ് കുറവായ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കുക, പ്രത്യേകിച്ചും സാക്സ് പോലെയുള്ള സമഗ്രമായ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ടിൽ. ഇതിലൂടെ നിക്ഷേപം വിപണിയുടെ വളർച്ചയുമായി പൊരുത്തപ്പെടുകയും ലാഭം കൂടുതലാവുകയും ചെയ്യും. മാർക്കറ്റ് സാഹചര്യങ്ങൾ എങ്ങനെ മാറിയാലും ഭാവിയിൽ വലിയ വിപണി വീഴ്ചയുണ്ടായാലും പരിഭ്രമിക്കാതെ തന്ത്രം തുടർന്നാൽ മികച്ച ഫലങ്ങൾ ലഭിക്കും. മാർക്കറ്റ് സമയോചിതമായി പ്രവചിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് പിന്മാറി സ്ഥിരതയും ധൈര്യവും കൊണ്ട് നിക്ഷേപം കൈകാര്യം ചെയ്യണമെന്ന് കോളിൻസ് നിർദ്ദേശിക്കുന്നു. നിക്ഷേപത്തിനിടയിൽ പലരും നിർമ്മിച്ചിട്ടുള്ള ഉപാധികൾ, വിപുലമായ പോർട്ട്ഫോളിയോ മാനേജ്മെന്റുകൾ എന്നിവ അപ്രയോജനകരമാണ്. പകരം സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്കുള്ള ലളിതമായ വഴിയാണ് ഏറ്റവും ഫലപ്രദവും താൽപ്പര്യപ്രദവുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇങ്ങനെ ലളിതത്വം കൊണ്ടുള്ള സമീപനം നിക്ഷേപത്തെക്കുറിച്ചുള്ള ആശങ്കയും ധനസമൃദ്ധിയുടെ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. തടസ്സങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒഴിവാക്കി സമ്പത്ത് നേടാൻ ലളിതമായ ചിന്തകളും നടപടികളും തിരഞ്ഞെടുക്കുക എന്നതാണ് കോളിൻസ് ഈ അധ്യായത്തിലൂടെ നൽകുന്ന പ്രധാന സന്ദേശം. സിമ്പിൾ പാത്ത് ടു വെൽത്ത് എന്ന ജെൽ കോളിൻസിന്റെ പുസ്തകത്തിലെ 11 അധ്യായമായ ദി വെൽത്ത് ബിൽഡിംഗ് ഫോർമുല ധനസമ്പാദനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ വിശദീകരിക്കുന്ന ഒരു സുപ്രധാന ഭാഗമാണ്. ഈ അധ്യായത്തിൽ കോളിൻസ് സമ്പദ് സമാഹരണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ലളിതമായ എന്നാൽ അതീവ പ്രാബല്യമുള്ള ഫോർമുല അവതരിപ്പിക്കുന്നു. അദ്ദേഹം വിശദീകരിക്കുന്നത്, ധനം സമ്പാദിക്കുന്നത് ഏറ്റവും പ്രധാനമായും വരുമാനം, ചെലവ്, സംരക്ഷണം, നിക്ഷേപം എന്നിവയെക്കുറിച്ചുള്ള അവബോധം മുഖ്യമാണ്. വരുമാനത്തിന്റെ ഒരു ഭാഗം ചെലവുകൾക്ക് ശേഷം നിർബന്ധമായും മാറ്റിവെക്കണം. ഈ സംരക്ഷിച്ച പണം ചിട്ടയായ നിക്ഷേപത്തിലൂടെ വർദ്ധിപ്പിക്കുകയാണ് സുനിശ്ചിതമായ സമ്പാദന മാർഗം. കോളിൻസ് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ധനസമ്പാദനത്തിൽ നിർണായകമായത് ജീവിതശൈലിയെ നിയന്ത്രിക്കാനും ചെലവുകൾ നിയന്ത്രിക്കാനും കഴിയുന്നത് മാത്രമല്ല, ആ സമ്പാദനം ശരിയായ രീതിയിൽ നിക്ഷേപിക്കേണ്ടതും അത്ര തന്നെ നിർണായകമാണ്. വിപണിയിൽ തീവ്രമായ ഉയർന്നുതാഴ്ന്ന കളിമഴകളെ പേടിക്കാതെ
നീണ്ട കാലയളവിൽ ചിട്ടയായ നിക്ഷേപത്തിലൂടെ മൂലധനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രധാനമായി ലാഭം, നിക്ഷേപം എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ ഉള്ള 3 സങ്കേതങ്ങൾ കോളിൻസ് ചർച്ച ചെയ്യുന്നു. 1. വരുമാനം, കൂടുതൽ സമ്പാദിക്കാനുള്ള ശ്രമം. 2. ചെലവുകൾ നിയന്ത്രണം, ആവശ്യങ്ങൾക്കപ്പുറം അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. 3. നിക്ഷേപം, നീണ്ട കാലയളവിൽ വ്യാപകമായ വിപണിയിൽ ഇക്വിറ്റി ഇൻഡെക്സ് ഫണ്ടുകൾ പോലുള്ളവ സുസ്ഥിരമായ രീതിയിൽ നിക്ഷേപിക്കുക. കൂടാതെ സമ്പദ് സമാഹരണം ഒരു സ്വതന്ത്രത ആയ ലൈഫ് സ്റ്റൈലിനും ആശ്വാസത്തിനും വഴിയൊരുക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അത് സാങ്കേതിക ധനശാസ്ത്രം മാത്രമല്ല, ജീവിതത്തിലെ കൂടുതൽ സാന്നിധ്യവും സംശയമില്ലാത്ത ഭാവിയും നൽകുന്നു. ജോ കോളിൻസിന്റെ ദ സിംപിൾ പാത്ത് ടു വെൽത്ത് എന്ന പുസ്തകത്തിലെ 12 അധ്യായം ഹൗ ടു ഹാർനസ് ദ വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ വെൽത്ത് ബിൽഡിംഗ് ടൂൾ, ലോകത്തിലെ ഏറ്റവും ശക്തമായ സമ്പത്ത് സൃഷ്ടിക്കുന്ന ഉപകരണം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ്. ഈ അധ്യായത്തിൽ കോളിൻസ് സമ്പത്ത് സൃഷ്ടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം കമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ചൂല്യമൂലധനം ആണെന്ന് വിശദീകരിക്കുന്നു. അധ്യായം വായനക്കാരോട് പറയുന്നു, ചെറുതായെങ്കിലും തുടർച്ചയായി നിക്ഷേപം ആരംഭിക്കുക, കാരണം സമയം കൂടുന്തോറും നിക്ഷേപത്തിന്റെ മൂല്യം വളരുന്നതിൽ വലിയ പ്രതിഫലം ലഭിക്കും. ക്രമാതീതമായ നിക്ഷേപങ്ങൾക്കുള്ള താക്കോൽ ചൂല്യമൂലധനത്തിന്റെ ശക്തിയാണ്. കോളിൻസ് പറയുന്നത് പോലെ, തുടക്കത്തിൽ വലിയ ഫലങ്ങൾ കാണില്ലെങ്കിലും ടൈം ഇൻ ദ മാർക്കറ്റ്, ഈ മാർക്കറ്റിൽ ചെലവഴിച്ച സമയം ഉയരുന്നുവെന്നതിനാൽ നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ വർദ്ധിച്ചുവരും. നിലവിലുള്ള ധനസമ്പത്ത് നിക്ഷേപം വഴി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ ആ സമ്പത്ത് തന്നെ കൂടുതൽ സമ്പത്ത് സൃഷ്ടിക്കുകയും ചെയ്യും. അതിനാൽ യുവതലമുറയുടെ തലമുറയോട് കോളിൻസ് അവലോകനം ചെയ്യുന്നത്, ചെറുതായെങ്കിലും ചെലവുകൾ കുറയ്ക്കുക, മിതമായ ജീവിതം നയിക്കുക, അത്തരം പണങ്ങളെ വിപണിയിൽ എത്രയും വേഗം നിക്ഷേപിക്കുക. അതിനായി ലാഭകരമായ കൃത്യമായ തന്ത്രം കണ്ടെത്തുക, പ്രധാനമായും ലോ കോസ്റ്റ് ഇൻഡെക്സ് ഫണ്ടുകൾ. ഇത് നിങ്ങളെ ധനപരമായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. മാർക്കറ്റ് അപ്പ് അവസരങ്ങളിൽ സ്ഥിരതയോടെ നിക്ഷേപം തുടരുന്നത് പാൻപുലർച്ച, സാമ്പത്തിക ക്ഷായങ്ങൾ എന്നിവയെ മറികടക്കാൻ സഹായിക്കും. ഇതുകൊണ്ട് കൃത്യമായ ആസൂത്രണം, ക്ഷമ, സ്ഥിരത എന്നിവ കൊണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ സമ്പദ് സൃഷ്ടി ഉപകരണം നിങ്ങളുടെ പക്കൽ വരും. അധികമൊന്നും ചെയ്യാനാവശ്യപ്പെടുന്നില്ല, സ്ഥിരതയും സമയം മാത്രമേയുള്ളൂ. ചൂല്യമൂലധനത്തിന്റെ മന്ത്രം മനസ്സിലാക്കുകയും പൂർണ്ണമായി പ്രയോഗിക്കുകയും ചെയ്യുന്നവർക്ക് സമ്പത്ത് സൃഷ്ടിക്കാനായി ഒരു സിമ്പിൾ പാത തുറക്കുന്നു. ദ സിംപിൾ പാത്ത് ടു വെൽത്ത് എന്ന ജോ കോളിൻസ് എഴുതിയ പുസ്തകത്തിലെ 13-ാം അധ്യായം ഹൗ ടു ഇൻവെസ്റ്റ് ഇൻ എ റേജിംഗ് ബുൾ ഓർ ബിയർ മാർക്കറ്റിന്റെ സാരാംശം മനസ്സിലാക്കുന്നത് ഏറെ പ്രധാനമാണ്. ഈ അധ്യായത്തിൽ പണത്തിന്റെ വളർച്ചയിൽ അനിഷ്ടമായിരുന്നെങ്കിൽ പോലും എങ്ങനെയാണ് നമുക്ക് ഈ ബഹുചർച്ചകളുള്ള വിപണികളിൽ നിക്ഷേപം ചെയ്യാൻ കഴിയുമെന്ന് വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ബുൾ മാർക്കറ്റ്, ഉറവിട വിപണി എന്നാൽ വിപണിയിലെ സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, മറ്റ് നിക്ഷേപങ്ങളും സാധാരണയായി ഉയരുന്ന ഒരു ഘട്ടമാണ്. ഈ സമയത്ത് വിപണിയുടെ ഉന്നതി കാരണം നിക്ഷേപകർക്ക് പ്രയോജനമാകും. എന്നാൽ ബിയർ മാർക്കറ്റ്, തിന്നലുള്ള വിപണി എന്നാൽ വിപണിയിൽ കുറഞ്ഞു വരുന്ന ഘട്ടമാണ്, ഇത് നിക്ഷേപകർക്ക് ഒരു ഭീഷണിയാകാം. എന്നാൽ ഈ 2 വിപണികളിലും നിക്ഷേപിച്ചുകൊണ്ട് തന്നെ സമ്പത്ത് കൂട്ടാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന് കോളിൻസ് പറയുന്നതാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ വിപണിയുടെ ഉയർച്ചയും ഇടിവും സ്വാഭാവികമാണ്, എങ്കിലും നാം അവയെ അനുസരിച്ച് നിക്ഷേപം ചെയ്യേണ്ടതില്ല. പകരം കോളിൻസ് നമുക്ക് നല്ല ഒരു പദ്ധതി നൽകുന്നു. അത് എത്ര ഉന്നതമായിരിക്കുകയോ താഴ്ന്നിരിക്കുകയോ ഉണ്ടാകട്ടെ, സ്ഥിരമായ ഒരു നിക്ഷേപ രീതി പിന്തുടരുക. അതായത് ഫണ്ടുകൾ വിപണിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ, കൂടാതെ നിങ്ങൾ സ്ഥിരമായിട്ടും ഇടയ്ക്കിടയ്ക്ക് നിക്ഷേപങ്ങൾ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, അത് തന്നെ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായകരമായിരിക്കും. മുതൽക്കൂട്ടം കോളിൻസ് നമുക്ക് ഓർമ്മിപ്പിക്കുന്നത്, മുഴുവൻ വിപണിയിൽ പുതിയ ട്രെൻഡുകൾ പിന്തുടരുക എങ്ങനെയാണ് അപകടം. വിപണി ഒരു സമയത്ത് ഉയരുമ്പോൾ നമുക്ക് കൂടുതൽ നിക്ഷേപം നടത്താമെന്ന് തോന്നുന്നു, എന്നാൽ അത് ഒരിടത്തും തനിച്ചായേക്കാം. ഏത് വിപണിയിലും നിക്ഷേപിക്കാൻ നിങ്ങൾ സുതാര്യമായ, സ്ഥിരമായ ഒരു ദൃഷ്ടികോണം സ്വീകരിച്ചാൽ മാത്രം ദീർഘകാലത്ത് സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയും. കരുതൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാമായിരുന്നാൽ പോലും കരുതൽ മതി. സ്റ്റോക്ക് വിപണിയിൽ കൂടിയുള്ള മാറ്റങ്ങൾ എത്രത്തോളം നേരിടാമെന്ന് മനസ്സിലാക്കി പഴയകാല പരിചയങ്ങളെ ആശ്രയിച്ച് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയുന്നുവെന്ന് കാണുന്നത് നമുക്ക് വളരെ ആവശ്യമാണ്. Withdrawal rates and your magic number എന്ന J.L. കോളിൻസിന്റെ ദ സിംപിൾ പാത്ത് ടു വെൽത്ത് എന്ന പുസ്തകത്തിലെ 14-ാം അധ്യായത്തിൽ മിനിമം ലിവിംഗ് ചിലവുകൾ കൂട്ടിച്ചേർക്കുകയും സ്വതന്ത്രമായ ധനസമൃദ്ധി ലക്ഷ്യമിടുകയും ചെയ്യുന്നവർക്കായുള്ള വിത്ഡ്രോവൽ റേറ്റ് പുറത്ത് വലിക്കുക എന്ന ആശയം വിശദീകരിക്കുന്നു. ഈ അധ്യായത്തിലെ പ്രധാന ആശയം 4% റൂൾ എന്നത് ആണ്. സ്വതന്ത്രമായ ധനസമൃദ്ധി നേടുകയും നിന്ന് നീതി പാലിക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ സമ്പത്തിൽ നിന്നും ഒരു സ്ഥിരമായ ശതമാനം പറ്റി അവലംബം ചെയ്യാമെന്ന് ഇത് നിർദ്ദേശിക്കുന്നു.
4% വിത്ഡ്രോവൽ റേറ്റ് എന്നാൽ നിങ്ങൾക്ക് സ്വന്തമായ വരുമാനം പറ്റാൻ ഉള്ളതും 4% മാത്രം വാർഷികമായി ഉപയോഗിച്ച് ആയിരിക്കും. എന്നാൽ ഈ വിത്ഡ്രോവൽ റേറ്റ് എത്ര പണവും ഉണ്ടാക്കും എന്നതിൽ ഒരു ചോദ്യവും ഉണ്ടാക്കുന്നു. അതിന് ആവശ്യമായ മാജിക് നമ്പർ എന്താണ്? മാജിക് നമ്പർ എന്ന് പറയുന്നത് നിങ്ങളെ ഫിനാൻഷ്യലി സ്വതന്ത്രനാക്കാൻ ആവശ്യമായ മൊത്തം സമ്പത്താണ്. ഈ മാജിക് നമ്പർ ലഭിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വാർഷിക ചെലവുകളുടെ 25 തവണ തുകയും അവിടെ 4% വിത്ഡ്രോവൽ റേറ്റ് പ്രയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ 1,00,000 രൂപ ചെലവുകളുള്ളതായി കരുതിയാൽ നിങ്ങൾക്ക് സ്വതന്ത്ര ധനസമൃദ്ധിക്ക് 25 ലക്ഷം രൂപ 1,25,000 എന്ന കവയം ഉണ്ടാകും. അതിനാൽ ഈ കവയം നിങ്ങൾ സമ്പാദിച്ചാൽ 4% ദാരിദ്ര്യത്തിൽ നിന്നുള്ള വരുമാനം അവളുടെ വർഷാന്ത്യ ചെലവുകൾക്ക് സമമായിരിക്കും. ഇത് നിങ്ങളെ ഒരു പ്രവർത്തനമില്ലാതെ ആയുസ് ചെലവഴിക്കാനുള്ള അവകാശം നൽകുന്നു. മുൻപ് പറഞ്ഞ 4% റൂൾ സമ്പത്ത് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ശരിയായതായി തെളിയിക്കാനാകൂ. കാരണം വിപണി തകർച്ചകൾ, പ്രത്യാശയില്ലാത്ത സാമ്പത്തിക സാഹചര്യങ്ങൾ തുടങ്ങിയവ അത് ബാധിക്കുന്നതായി തെളിയിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ J.L. കൊളിൻസ് ഈ മാജിക് നമ്പർ പ്രാപിക്കാൻ എല്ലായ്പ്പോഴും സ്ഥിതിവിവരങ്ങൾ, സംശയങ്ങൾ തിരിച്ചറിയുന്നതിനും സാധാരണ നിലയിൽ പരിഗണനയുടെ ഭാഗമായി സർഗാത്മകമായ സമീപനങ്ങൾ സ്വീകരിക്കാൻ നിർദ്ദേശിക്കുന്നു. വിത്ഡ്രോവൽ റേറ്റ്സ് ആൻഡ് യുവർ മാജിക് നമ്പർ എന്ന ഈ അധ്യായം വ്യക്തികൾക്ക് ധനസമൃദ്ധി ലക്ഷ്യങ്ങളിലേക്ക് പ്രാപിച്ചേക്കാവുന്ന പ്രാപ്തി കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന സമ്പാദ്യമാണ്. J.L. കോളിൻസിന്റെ ദ സിമ്പിൾ പാത്ത് ടു വെൽത്ത് എന്ന പുസ്തകത്തിലെ 15 അധ്യായം What to do when the market crashes, ബജാറിന്റെ മൂല്യം ഇടിയുമ്പോൾ എന്ത് ചെയ്യണം എന്നതാണ്. ഈ അധ്യായത്തിൽ ഇൻവെസ്റ്റർമാർക്ക് ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായ മാർക്കറ്റ് ക്രാഷിനെ അതിജീവിക്കാൻ എങ്ങനെ തയ്യാറെടുക്കണം എന്നത് വിശദീകരിക്കുന്നു. മാർക്കറ്റ് ക്രാഷുകൾ നിസ്സഹായതയോ ഭീതിയോ ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും അവ സാധാരണമാണ്, ഇപ്പോഴും വരും എന്നതിനാൽ കരുതലോടെ ഇരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ അധ്യായം വിശദമാക്കുന്നു. ഓരോ നിക്ഷേപകനും മാർക്കറ്റ് ക്രാഷിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. വിപണി ഇടിവ് താൽക്കാലികമാണ്. ചരിത്രപരമായി എപ്പോഴും തിരിച്ചുവരുമെന്നതും സുപ്രധാനമാണ്. ഈ അധ്യായത്തിൽ കോളിൻസ് നിക്ഷേപകരോട് നിർദ്ദേശിക്കുന്നത് വിപണി ഇടിഞ്ഞാലും ഭയപ്പെടാതെ, പണങ്ങൾ പിൻവലിക്കാതെ തങ്ങളുടെ നിക്ഷേപ പദ്ധതിയിൽ ഉറച്ച് നിലകൊള്ളാനാണ്. വിപണി താഴ്ന്നപ്പോൾ കുറഞ്ഞ വിലയിൽ കൂടുതൽ ഓഹരികൾ വാങ്ങാൻ മികച്ച അവസരം ലഭിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഇനിയും പ്രധാനമായി പറയുന്നത് വിപണിയുടെ ദീർഘകാല വളർച്ച ആണ്. മൂലധന വിപണി പുനഃസ്ഥാപിക്കപ്പെടും, നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് വീണ്ടും മൂല്യം കിട്ടും. എന്നാൽ ഭീതിയുടെ സമയത്ത് നിക്ഷേപം പിൻവലിക്കുന്നത് നഷ്ടം ഉറപ്പാക്കുന്നതിനായി കാരണമാകും. കൂടാതെ മാർക്കറ്റ് ക്രാഷിൽ പണത്തിനെ അവഗണിച്ച് കാത്തിരിക്കാനും ഓഹരി വിപണിയിൽ സ്ഥിരതയുള്ള നിക്ഷേപം തുടരാനുമുള്ള തണുത്ത മനോഭാവം സമ്പാദ്യമുണ്ടാക്കുന്നതിന് അനിവാര്യമാണ്. സമ്പൂർണ്ണ ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനും സമ്പത്ത് പരിപോഷിപ്പിക്കുന്നതിനും വിപണി ക്രാഷുകളുടെ സമയത്ത് തികച്ചും ഭയമില്ലാതെ തന്ത്രപരമായി മുന്നോട്ടു പോകുന്ന രീതികൾ തന്നെയാണ് കോളിൻസ് ശുപാർശ ചെയ്യുന്നത്. ഈ ചിന്താഗതികൾ പിന്തുടരുമ്പോൾ വിപണി താഴ്ന്നാലും നിങ്ങളുടെ സമ്പാദ്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും ഉറപ്പാണ്. സിമ്പിൾ പാത്ത് ടു വെൽത്ത് എന്ന J.L. കോളിൻസിന്റെ പുസ്തകത്തിലെ 16-ാം അധ്യായമായ സഫലനായ നിക്ഷേപകനാകുന്നതെങ്ങനെ എന്നത് ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള വ്യക്തിഗത സാമ്പത്തിക നിർദ്ദേശങ്ങൾ നൽകുന്ന അധ്യായമാണ്. നിക്ഷേപം ഒരു ദീർഘകാലയാത്രയാണ്, മാത്രമല്ല അതിൽ ഒരാൾക്ക് സിമ്പിളായ എന്നാൽ കർശനമായ ചില തത്വങ്ങൾ പാലിച്ചാൽ വിജയം ഉറപ്പാണെന്ന് കോളിൻസ് വിശദീകരിക്കുന്നു. പ്രധാനമായും വച്ച് കോളിൻസ് ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന ആശയത്തിൽ ഊന്നിച്ചാണ് ഈ അധ്യായം നിർമ്മിച്ചിരിക്കുന്നത്. മികച്ച നേട്ടം നേടാൻ കഴിയുന്ന, കുറഞ്ഞ ചെലവ് വാഗ്ദാനം ചെയ്യുന്ന ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. വലിയ റിട്ടേണുകൾ വാഗ്ദാനം ചെയ്യുന്ന ഹോട്ട് സ്റ്റോക്കുകൾ അല്ലാതെ വിപണിയുടെ ദീർഘകാല വളർച്ചയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറയുന്നു. ഇനിയും ഒരു പ്രധാന പാഠം നാണയവിനിമയ കമ്പൗണ്ടിംഗ് ശക്തിയെ അംഗീകരിക്കുകയാണ്. സഹനശീലതയോടെ ഓരോ നിക്ഷേപവും ഒരു ചിട്ടയായ രീതിയിൽ വളരാൻ സമയം അനുവദിക്കണം. താൽക്കാലിക വിപണി ചലനങ്ങൾക്കൊന്നും പ്രേരിതമാകാതെ ബൈ ആൻഡ് ഹോൾഡ് എന്ന രീതിയാണ് ഉറച്ചതെന്ന് അദ്ദേഹം സാധ്യമാക്കുന്നു. പണത്തിന്റെ മാനസിക അളവുകളിൽ നിന്ന് മുക്തി നേടാനും ധനസമ്പാദനത്തിൽ സാധ്യമായ ലളിതമായ എന്നാൽ ദീർഘകാല തന്ത്രങ്ങൾ പിന്തുടരാനും ഉള്ള മേന്മകൾ പ്രാമുഖ്യമർഹിക്കുന്ന അധ്യായമാണിത്. കോളിൻസ് ഓർമ്മിപ്പിക്കുന്നത് ഈ രീതി എത്ര ലളിതവും ഉറച്ചതുമായിരുന്നാലും പലർക്കും അതിന്റെ സിസ്റ്റം പാലിക്കാനായില്ലെങ്കിൽ കുറവ് നടക്കുമെന്നതാണ്. അവസാനം സംയമനം, സ്ഥിരത, നിരന്തരമായ പഠനം എന്നിവ കൊണ്ട് നിക്ഷേപം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സഹായിക്കും എന്ന് കോളിൻസ് ഉറപ്പുനൽകുന്നു. J.L. കൊളിൻസിന്റെ ദ സിമ്പിൾ പാത്ത് ടു വെൽത്ത് എന്ന പുസ്തകത്തിലെ 17-ാമത്തെ അധ്യായം
റിയൽ എസ്റ്റേറ്റ് സംബന്ധിച്ച സത്യങ്ങൾ വായനക്കാരനെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളെക്കുറിച്ച് വിശദമായി അവലോകനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഈ അധ്യായത്തിൽ റിയൽ എസ്റ്റേറ്റ് പലർക്കും ധനസമ്പാദന മാർഗം എന്നു വിശ്വസിക്കുന്നതിൻ്റെയും എന്നാൽ അതിനു മുന്നിൽ നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നത് പോലെ എളുപ്പമല്ല എന്ന സത്യവും പരിചയപ്പെടുത്തുന്നു. കൊളിൻസ് തന്റെ ലളിതവും ആഴമുള്ള ശൈലിയിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിലെ ബുദ്ധിമുട്ടുകളും നികത്താൻ നിർബന്ധിതമായ സമയം, ശക്തമായ മാനേജ്മെന്റും പ്രയത്നവും വേണമെന്ന് വ്യക്തമാക്കുന്നു. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ പലപ്പോഴും പാസീവ് ഇൻകം എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു, പക്ഷേ ഇവ വലിയ സമയം, ധൈര്യം, പ്രവർത്തനം എന്നിവ ആവശ്യപ്പെടുന്ന ഒരു ആക്റ്റീവ് നിക്ഷേപമാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ആസ്തി കൈകാര്യം ചെയ്യൽ, വാടകക്കാർ എടുക്കുന്ന പ്രശ്നങ്ങൾ, അറ്റകുറ്റപ്പണി, നികുതികൾ തുടങ്ങിയവ നേരിടേണ്ടതായും ഇത് മറ്റ് ലളിതമായ നിക്ഷേപങ്ങൾക്കൊപ്പമുള്ള ബലഹീനതകൾക്ക് അപ്പുറം പോകുന്ന പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കൊളിൻസ് അധ്യായത്തിൽ സ്റ്റോക്ക് മാർക്കറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ റിയൽ എസ്റ്റേറ്റിന്റെ റിട്ടേണുകൾ ഒരുപക്ഷേ അത്ര മികച്ചതല്ല എന്നും പറയുന്നു. പ്രത്യേകിച്ചും എത്രയും പെട്ടെന്ന് പണം ആവശ്യമായി വന്നാൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം ദ്രാവകമല്ലെന്ന വസ്തുത ഓർമ്മിപ്പിക്കുന്നു. ഇതിന്റെ പ്രയോജനങ്ങൾ ഉൾപ്പെടെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം വഴി ദീർഘകാല ദൃഷ്ടിയിൽ പലരുടെയും ധനസമ്പാദനത്തിലൂടെ വിജയിക്കാനുള്ള ഒരേ ഒരു വഴി അല്ല. എന്നാൽ നിർബന്ധമായും വ്യക്തിപരമായ താൽപ്പര്യങ്ങളും കഴിവുകളും നിർണായകമാകുന്ന ഒരു മേഖലയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അവസാനമായി, റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ ഏർപ്പെടുന്നവരുടെ മനസ്സിലാക്കേണ്ടതായ സത്യങ്ങൾ തെളിവുകളോടെ അവതരിപ്പിച്ച് കൊളിൻസ് വായനക്കാരെ ബോധവത്കരിക്കുന്നു. ജെ.എൽ. കോളിൻസിന്റെ ദ സിമ്പിൾ പാത്ത് ടു വെൽത്ത് എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 18 വൈ യു ഷുഡ് ബൈ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് എന്ന വിഷയം വളരെ ഗൗരവത്തോടെ മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ വ്യക്തികൾക്ക് ഓഹരികൾ തിരഞ്ഞെടുക്കുന്നതിൽ പെടുന്ന അപകടസാധ്യതകളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു. ഒരാൾക്ക് സ്വതന്ത്രമായി ഓഹരികൾ വാങ്ങുമ്പോൾ അത് വലിയ റിസ്ക് ആയിരിക്കാം. കാരണം ഓഹരി വിപണിയുടെ പ്രവണതകൾ മുൻകൂട്ടി പ്രവചിക്കുന്നത് വളരെ പ്രയാസകരമാണ്. കോളിൻസ് ഇതിൽ പ്രധാനമായി ഒരു ബിന്ദുവിൽ ശ്രദ്ധ ക്ഷണിക്കുന്നു. വ്യത്യസ്ത ഓഹരികൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, കാരണം ആ ഓഹരിയുടെ പ്രകടനം എങ്ങനെ മാറും എന്ന് കൃത്യമായി പറയാനാകില്ല. പലപ്പോൾ ഏറ്റവും വിദഗ്ധരും ഈ പ്രവചനത്തിൽ പരാജയപ്പെടുന്നു. ഇതിൽ മാത്രമല്ല, വ്യക്തിഗത ഓഹരികൾ സൂചികാ ഫണ്ടുകളേക്കാൾ കുറച്ച് ലാഭം നൽകാൻ സാധ്യത കൂടുതലാണ്. S&P 500 പോലുള്ള വിപുലമായ സൂചികാ ഫണ്ടുകൾ വിപണി വളർച്ചയുടെ ഗുണം മുഴുവനായി നൽകുമ്പോൾ വ്യക്തിഗത ഓഹരികൾ ചിലപ്പോൾ പൂർണ്ണമായും നഷ്ടം വരുത്താനും സാധ്യതയുണ്ട്. അടുത്ത് കോളിൻസ് ഓഹരി വിപണിയുടെ അസാധാരണമായ സ്ഥിതികളെക്കുറിച്ച് പറയുന്നു. വിപണി എപ്പോഴും ക്രമബദ്ധമായി മുന്നോട്ടു പോവുകയല്ല, ചിലപ്പോൾ വലിയ ഇടിവുകളും ഉയർച്ചകളും ഉണ്ടായേക്കാം. വ്യക്തിഗത ഓഹരികൾ ഇതിനെ കൂടുതൽ വഷളാക്കുന്നു, കാരണം വിപണിയിൽ നേരിടുന്ന ചെറിയ മാറ്റങ്ങളും വലിയ നഷ്ടത്തിലേക്കും ചിലപ്പോൾ ഗുണത്തിലേക്കും നയിക്കും. അതുകൊണ്ട് താരതമ്യേന സുരക്ഷിതവും ഫലപ്രദവുമായ മാർഗം ഇൻഡെക്സ് ഫണ്ട്സ് ആയാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. സമഗ്രമായി, കോളിൻസ് ഇൻഡിവിജ്വൽ സ്റ്റോക്സിന്റെ അപകടങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് സുതാര്യമായ ആഗോള വിപണിയിൽ നിക്ഷേപം നടത്തുന്നതിന്റെ പ്രാധാന്യവും പാസീവ് ഇൻവെസ്റ്റിംഗിന്റെ ഗുണവും അടിവരയിടുന്നു. ചാപ്റ്റർ 19 ജോ കോളിൻസ് ടെക്സ് അഡ്വാൻറ്റേജ് അക്കൗണ്ടുകളുടെ പ്രാധാന്യം വിശദീകരിക്കുന്നു. സമ്പത്ത് സൃഷ്ടിക്കുന്നതിനും പരിരക്ഷിക്കുന്നതിനും ഈ അക്കൗണ്ടുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നതിൽ അദ്ദേഹം ദൃഢമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. പ്രധാനമായും അമേരിക്കയിലെ റിട്ടയർമെന്റ് പ്ലാനുകളായ 401(k) IRA, ഇൻഡിവിജ്വൽ റിട്ടയർമെന്റ് അക്കൗണ്ട് എന്നിവയും അവയുടെ വേരിയന്റുകളായ ട്രഡീഷണൽ IRA, റോത്ത് IRA എന്നിവയും ചർച്ച ചെയ്യുന്നു. ടെക്സ് അഡ്വാൻറ്റേജ്ഡ് അക്കൗണ്ടുകൾ വലിയ പലിശ ലാഭം നൽകുന്നതിനെക്കുറിച്ചും നികുതി ഇളവുകൾ ലഭിക്കുന്നതിനുള്ള സവിശേഷതകളും അദ്ദേഹം വിശദീകരിക്കുന്നു. 401(k) പോലുള്ള അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുന്ന തുക നികുതി പരിഗണനയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. ഇതുവഴി ആകെ നികുതി ബാധ്യത കുറയുകയും സംരക്ഷിച്ച തുക ചിട്ടയായി വളരുകയും ചെയ്യും. ട്രഡീഷണൽ IRAയിലോ 401(k) യിലോ നിക്ഷേപിച്ച തുകയുടെ പരിധിവരെ നികുതി ഒഴിവാകുമെങ്കിലും പിൻവലിക്കുമ്പോൾ അത് നികുതി വിധേയമാകും. അതേസമയം റോത്ത് IRAയിൽ നിക്ഷേപിക്കുന്ന തുക ഇതിനകം നികുതി അടച്ചതായതിനാൽ പിന്നീട് പിൻവലിക്കുമ്പോൾ നികുതി ഇല്ല. ഇത് കൂടുതൽ ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മികച്ചതാണ്. ഈ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നതിലൂടെ കമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന മഹത്തായ പ്രയോജനം ലഭിക്കുന്നു. കോളിൻസ് ടെക്സ് അഡ്വാൻറ്റേജ് അക്കൗണ്ടുകൾ വഴി കാലാകാലം സജീവമായി നിക്ഷേപിച്ച് സമ്പത്ത് സൃഷ്ടിക്കുന്നതിന് ഇവ നിബന്ധനകൾ പാലിച്ച് പ്രയോജനപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുന്നു. നിക്ഷേപം എത്രയും എളുപ്പവും ദീർഘകാല ദൃഷ്ടിയിൽ നല്ല വരുമാനം തരുന്നതുമാകണമെന്ന് ചാപ്റ്റർ 19 ഓർമ്മപ്പെടുത്തുന്നു. സോഷ്യൽ സെക്യൂരിറ്റി എത്രമാത്രം സുരക്ഷിതമാണ്? ചാപ്റ്റർ 20 സിമ്പിൾ പാത്ത് ടു വെൽത്ത് ജോ കോളിൻസ്. ഈ അധ്യായത്തിൽ ജോ കോളിൻസ് സാമൂഹ്യ സുരക്ഷിതത്വ സംവിധാനം സോഷ്യൽ സെക്യൂരിറ്റി എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന്റെ ഭാവി എന്താണെന്ന് വിശദീകരിക്കുന്നു.
അമേരിക്കയിലെ ഒരു പ്രധാന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായ ഇതിന് പൊതുജനങ്ങളുടെ വിരമിക്കൽ, അപ്രതീക്ഷിത മാനസിക ശാരീരിക പ്രശ്നങ്ങൾ എന്നിവയിൽ സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യമാണ്. അദ്ദേഹം സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടിന്റെ സാമ്പത്തിക അവസ്ഥയും ഭാവിയിൽ ഈ സംവിധാനം നിലനിൽക്കുമോ എന്ന ആശങ്കകളുമാണ് ചർച്ച ചെയ്യുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി സംവിധാനം പ്രായമായവർക്ക്, അശക്തരായവർക്ക്, ഒപ്പം വിഘടിച്ച കുടുംബങ്ങൾക്ക് ഒരു രക്ഷാകവചമായി പ്രവർത്തിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക നിലയെക്കുറിച്ചും 2030കളുടെ മധ്യത്തോടെ സോഷ്യൽ സെക്യൂരിറ്റി ട്രസ്റ്റുകൾ താഴ്ചയിലേക്ക് പോകുമോ എന്ന ആശങ്കകളും ജോ കോളിൻസ് പങ്കിടുന്നു. അദ്ദേഹം പറയുന്നു, പലരും ഈ സുരക്ഷാ സംവിധാനം നിലനിർത്താൻ മാർഗങ്ങൾ ഇല്ലെന്നു ഭയപ്പെടുന്നു, എന്നാൽ അടിസ്ഥാനത്തിൽ വലിയൊരു ക്രമീകരണം വരുത്തിയാൽ അത് നിലനിൽക്കും. പുതിയ നിയമങ്ങൾ, വസ്തുതകൾ, ജനസംഖ്യയിലെ മാറ്റങ്ങൾ എന്നിവ ഈ സിസ്റ്റത്തിനുള്ള വെല്ലുവിളികളാണ്. ജോ കോളിൻസ് ഇതിന് പരിഹാരമായി ചില നിർദ്ദേശങ്ങളും നൽകുന്നു. അതായത്, വിരമിക്കാനായുള്ള പ്ലാനുകൾ തയ്യാറാക്കാൻ വ്യക്തികൾക്ക് സാമൂഹ്യ സുരക്ഷ മാത്രമല്ല, സ്വന്തം നിക്ഷേപങ്ങളും മറ്റുള്ള വരുമാന സ്രോതസ്സുകളും ഉണ്ടാക്കുന്നത് മിക്ക സാഹചര്യങ്ങളിലും സുരക്ഷിതമായ രീതിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. സമാപനത്തിൽ അദ്ദേഹം എല്ലാ വായനക്കാരോടും സോഷ്യൽ സെക്യൂരിറ്റിയെ ആശ്രയിക്കാതെ സ്വതന്ത്രമായി സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാനാണ് നിർദ്ദേശിക്കുന്നത്. സമൂഹത്തിന്റെ മാറ്റങ്ങളെയും സാമ്പത്തിക അവസ്ഥകളെയും മനസ്സിലാക്കി ഒരു ബുദ്ധിപരമായ സമീപനം സ്വീകരിക്കണമെന്ന് ചാപ്റ്റർ പറയുന്നു. സിമ്പിൾ പാത്ത് ടു വെൽത്ത് എന്ന ജെ.എൽ. കോളിൻസിന്റെ ഗ്രന്ഥത്തിലെ 21 അധ്യായമായ ഹൗ ടു ഹാൻഡിൽ എ വിൻഡ്ഫാൾ എന്ന ഭാഗം അപ്രതീക്ഷിതമായി ലഭിക്കുന്ന വലിയ തുകകൾ എങ്ങനെ കരുതലോടെ കൈകാര്യം ചെയ്യണമെന്ന് വിശദീകരിക്കുന്നു. വിൻഡ്ഫാൾ എന്നത് ഒരു പെട്ടെന്ന് ലഭിക്കുന്ന ധനസമ്പത്ത് ആണ്. അവ സാമ്പത്തിക സമ്മാനങ്ങൾ, ഇൻഹെറിറ്റൻസ്, ലോട്ടറി വിജയങ്ങൾ അല്ലെങ്കിൽ മറ്റു പെട്ടെന്ന് കിട്ടുന്ന വരുമാനങ്ങൾ ആയിരിക്കും. ആദ്യമായി ജെ.എൽ. കോളിൻസ് നിർദ്ദേശിക്കുന്നത് ഈ തുക ഉടൻ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ്. പെട്ടെന്നുള്ള ധനലഭ്യതയിൽ ആവേശം ഏറുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ തുക ഒരിടത്താക്കി ചില മാസങ്ങൾ കാത്തിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഇത് മാനസിക നില ആശ്വസിപ്പിക്കുകയും വിൻഡ്ഫാളിനെ നന്നായി വിലയിരുത്താനും സഹായിക്കുന്നു. അതുപോലെ കടബാധ്യതകൾ പരിഹരിക്കുന്നതും ഒരു പ്രധാന പ്രാധാന്യമുള്ള ഘടകമാണ്. വലിയ കടങ്ങൾ, പ്രത്യേകിച്ച് ഉയർന്ന പലിശ നിരക്കുള്ള മുൻഗണനാക്രമത്തിൽ തീർക്കുന്നത് ഒരു മികച്ച നീക്കമാണെന്ന് കോളിൻസ് നിർദ്ദേശിക്കുന്നു. കടമുക്തി കിട്ടുന്നതിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും മാനസിക സമാധാനവും നേടാം. വിനിയോഗം, ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിച്ചും അധ്യായം ചർച്ച ചെയ്യുന്നു. വിൻഡ്ഫാൾ തുകയുടെയോ ഒരു ഭാഗമോ ലോങ് ടേം ലാഭകരമായ എസറ്റുകളിലേക്ക് നിക്ഷേപിക്കുന്നത് സംശയം കൂടാതെ പ്രാചീന മാർഗമാണ്. പ്രത്യേകിച്ച് ലോ കോസ്റ്റ് ഇൻഡെക്സ് ഫണ്ടുകൾ പോലെ കാര്യക്ഷമമായ നിക്ഷേപ മാർഗങ്ങളിലേക്ക് തുക വിനിയോഗിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഈ അധ്യായത്തിന്റെ പ്രധാന സന്ദേശം പെട്ടെന്നുള്ള ധനസമ്പത്ത് ഉപയോഗത്തിൽ മൂർച്ചയോടെ, കരുതലോടെ സമീപിക്കുക എന്നതാണ്. നല്ല ധാരണകളോടെ ചിന്താപരമായി തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ വിൻഡ്ഫാൾ ജീവിതത്തിലും സമ്പാദ്യത്തിലുമുള്ള ചിരസ്ഥായിയായ നേട്ടങ്ങളിലേക്ക് മാറുന്നതിന് സഹായിക്കും. സിമ്പിൾ പാത്ത് ടു വെൽത്ത് എന്ന ജെ.എൽ. കോളിൻസിന്റെ പുസ്തകത്തിലെ അവസാന അധ്യായമായ ഫൈനൽ തോട്ട്സ്, അവസാന ചിന്തകൾ എന്നത് ഒരു സമഗ്ര അവലോകനം കൂടിയാണ്. ഈ അധ്യായത്തിൽ കോളിൻസ് തന്റെ പ്രാഠ്യമായ ധനസൂത്രങ്ങളെ ശരിവയ്ക്കുകയും വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ വിശദീകരിക്കുന്നത് എങ്ങനെ സമ്പത്ത് സമ്പാദിക്കാൻ കഠിന പ്രയാസം വേണ്ടതല്ല, മറിച്ച് ശരിയായ മാർഗരേഖ അനുസരിച്ച് അചഞ്ചലമായി മുന്നോട്ട് പോകുക എന്നതാണെന്ന്. അനാവശ്യ കടബാധ്യതകളിൽ നിന്നും ഒഴിവാകാനും അച്ചടക്കം പാലിച്ച് നിക്ഷേപിക്കാനും കോളിൻസ് ആവശ്യപ്പെടുന്നു. വിപണിയുടെ സ്ഥിരം മാറ്റങ്ങൾ പേടിക്കാതെ നിരന്തരമായി സുസ്ഥിര നിക്ഷേപങ്ങൾ നടത്തണമെന്നാണ് അവന്റെ സന്ദേശം. സിംപ്ലിസിറ്റി, ലളിതത്വം തന്നെയാണ് അവന്റെ പ്രധാന ആശയം. സമ്പത്ത് ആഗ്രഹിക്കുന്നവർക്ക് പ്രതിദിന ജീവിതത്തിൽ ധാരാളം ചെറിയ തീരുമാനങ്ങൾ വലിയ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കോളിൻസിന്റെ ഉറച്ച നിബന്ധന. പിഴവുകളും തോൽവികളും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കോളിൻസ് സമ്മതിക്കുന്നു. എന്നാൽ കൃത്യമായ ധനസൂത്രങ്ങൾ പിന്തുടർന്നാൽ ഈ പിഴവുകളെ അതിജീവിച്ച് സമ്പന്നതയുടെ പാതയിൽ മുന്നേറാനാകുമെന്ന് വിശ്വസിക്കുന്നു. കുത്തക നിക്ഷേപ ഫണ്ടുകളിലും കോസ്റ്റ് എഫിഷ്യന്റ് പ്ലാനുകളിലും നിക്ഷേപം തുടരാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. അനാവശ്യ സങ്കീർണത ഒഴിവാക്കുക എന്നതും ലളിതമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതും തന്നെയാണ് ഈ പുസ്തകത്തിലെ അവസാനവും പ്രധാന സന്ദേശവും. സമ്പത്ത് സൃഷ്ടിക്കാനും നിലനിർത്താനുമുള്ള മാർഗം വലിയ ഊർജ്ജവും ബുദ്ധിമുട്ടും വേണ്ടിവരുന്നതല്ലെന്നും, എന്നാൽ ഇച്ഛാശക്തി, സമയസൂചന, സങ്കൽപ്പന, പ്രതിജ്ഞാപനം എന്നിവ വളരെ പ്രധാനമാണെന്നും കോളിൻസ് ഓർമ്മപ്പെടുത്തുന്നു.
ഈ അധ്യായം വായനക്കാരെ ആത്മവിശ്വാസത്തോടെയും വ്യക്തമായ ലക്ഷ്യങ്ങളോടെയും സമ്പദ് സമാഹാര യാത്ര തുടരാൻ പ്രചോദിപ്പിക്കുന്നതോടൊപ്പം ജീവിതത്തിലെയും സമ്പത്ത് സൃഷ്ടിയിലെയും ഫലപ്രാപ്തി ലളിതത്വത്തിലാണ് എന്ന വസ്തുത മുന്നോട്ട് വയ്ക്കുന്നു. ജെ.എൽ. കോളിൻസിന്റെ ദ സിംപിൾ പാത്ത് ടു വെൽത്ത് എന്ന പുസ്തകത്തിന്റെ സമാപന ഭാഗം വായനക്കാരനെ സമ്പത്ത് സൃഷ്ടിയുടെ അടിസ്ഥാന സത്യങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. ജീവിതത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യവും സുരക്ഷയും നേടുന്നതിന്റെ ലളിതമായ മാർഗം എന്താണ് എന്ന് ഇതുവരെയുണ്ടായ കാര്യങ്ങൾ സാരാംശമാക്കിക്കൊണ്ട് കോളിൻസ് നമുക്ക് ഓരോരുത്തർക്കും ധനസമൃദ്ധിയിലേക്ക് സഞ്ചരിക്കാൻ നിർദ്ദേശിക്കുന്ന വഴികളെപ്പറ്റി തിരിച്ചറിവ് നൽകുന്നു. സമ്പത്ത് സമ്പാദിക്കുന്നതിലും നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ലളിതത്വമാണ് ഇതിന്റെ മേധാവി തത്വം. വിപണിയുടെ ചാഞ്ചാട്ടങ്ങളിൽ പരിഭ്രാന്തരാകാതെ സമയം അനുഗ്രഹം ആക്കിക്കൊണ്ട് വിപുലമായ വളർച്ചയ്ക്കായി പോർട്ട്ഫോളിയോ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. VST ബഡ്ജറ്റ് പുതിയ സംരംഭങ്ങൾക്കുമപ്പുറം വിശദമായ ഉപദേശം എങ്ങനെ ജീവിതം സമൃദ്ധമാക്കുമെന്ന് വ്യക്തമാക്കുന്നു. ഈ പുസ്തകത്തിലെ